ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ്റെ 44ാമത് കോഴിക്കോട് ജില്ലാ സമ്മേളനം കോഴിക്കോട് ശിക്ഷക സദൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മോൻസ് ജോസഫ് നിർവഹിച്ചു. നമ്മളെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ആണ് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം. പല കടലാസ് കൂലികളും കടലാസ് സംഘടനകളായി അല്ലെങ്കിൽ സംഘടനാ ഭാരവാഹിത്വത്തിന്റെ പേരിൽ മാത്രം നിൽക്കുന്ന വാട്സപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന ചില സംഘടനകളും ഈ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ശക്തമായ പിൻബലത്തോടെ കരാറുകാരുടെ യഥാർത്ഥ സംഘടനയായി കരുത്തുറ്റ നിലയിൽ ശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ സംഘടനയ്ക്ക് എല്ലാ സന്ദർഭങ്ങളിലും കഴിയുന്നു എന്നുള്ളത് പറയുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അഭിമാനവും ചരിതാർത്ഥ്യമുണ്ട്. അക്കാര്യങ്ങൾക്ക് എല്ലാം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് പോലെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ സംഘടനയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. എന്നാൽ ഇതിൻ്റെ മറുഭാഗത്ത് ഒരു സങ്കടവുമുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ സർക്കാരിന് കേരളത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ വികസന രംഗത്ത്, നിർമ്മാണ രംഗത്ത്, കരാർ മേഖലയിൽ ഇന്ന് ഒരു കാലത്തുമില്ലാത്തതുപോലെയുള്ള രൂക്ഷമായ പ്രതിസന്ധി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. ഈ പ്രതിസന്ധി കേരളത്തിന്റെ വികസന രംഗത്ത് ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വികസന പ്രതിസന്ധി പരിഹരിക്കുവാൻ ഗവൺമെന്റിന് വലിയ ഉത്തരവാദിത്വവും കടമയുണ്ട്. ആ കടമ നിർവഹിക്കുവാൻ സർക്കാർ വൈകിയെങ്കിലും ഇനിയെങ്കിലും മുന്നോട്ട് വരണം എന്ന ശക്തമായ ആവശ്യമാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം നിങ്ങൾ ഉയർത്തുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഈ ആശങ്ക നമ്മുടെ സംഘടനയും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഒരു വശത്തൂടെ തന്നെ പോവുകയാണ്. അപ്പൊ ഊരാളുകൾ സൊസൈറ്റിയുടെ കാര്യങ്ങളാണെങ്കിൽ ഗവൺമെന്റ് കൃത്യമായി പരിഹരിക്കും. പക്ഷേ കരാറുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കാലങ്ങൾ എടുക്കുകയാണ്, മാസങ്ങൾ വർഷങ്ങൾ കടന്നുപോവുകയാണ്. ഈ ഇരട്ടത്താപ്പ് കേരളത്തിൽ അവസാനിപ്പിക്കാതെ കേരളത്തിന്റെ നിർമ്മാണ മേഖല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഗുരുതരമായ സാഹചര്യം സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ചങ്കൂറ്റം കാണിച്ചത് നമ്മുടെ സംഘടന മാത്രമാണ് എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട്. ബാക്കിയുള്ളവരെല്ലാം കള്ളക്കളിയും വിളിച്ചുകളിയും നടത്തി. സർക്കാരിനെ കാണുമ്പോൾ മുട്ട് പറയ്ക്കുന്നവരും മുട്ട് കൂട്ടിയിടിക്കുന്നവരുമാണ് ബാക്കി എല്ലാവരും. നമുക്ക് മുട്ട് കൂട്ടിയിടിക്കുന്ന കാര്യമില്ല. നിർഭയമായി ധൈര്യമായി നിന്നുകൊണ്ട് വർത്തമാനം പറയുവാൻ നമ്മുടെ സംഘം നശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം.